ഇലക്ട്രിക്കിനകത്ത് ഒരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലഗിന് കിട്ടുന്ന ഒരു മൈലേജ് ഗുണമാണ് ഫുൾ ഇലക്ട്രിക്കിനേക്കാൾ എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞാൽ. ഇലക്ട്രിക് ലാഭം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 7P എന്നുള്ളത് ഒറ്റ യൂണിറ്റിന് 89P ആവും. മെയിൻ സ്ട്രീമിലൊന്നും ഒരു പ്രശ്നം വരത്തില്ല. പെട്രോൾ വലിയ ഡിഫറൻസ് വരുന്നില്ല. കാലം മാറി, ലോകം മാറി, ടെക്നോളജി പറന്ന് പന്തലിക്കുന്നു. ആളുകൾ ഇലക്ട്രിക് കാറുകൾ മേടിച്ച് കൂട്ടുകയാണ്. പക്ഷേ ഒന്ന് കുറഞ്ഞിട്ടുണ്ടോ? എന്തുകൊണ്ടായിരിക്കാം? പ്രായോഗിക ജീവിതം കറണ്ട് കൊണ്ട് ഓടുന്ന EVകളാണോ അതെയോ കറണ്ടിൻ്റെ കൂടെ പെട്രോൾ അല്ലെങ്കിൽ ഡീസൽ എഞ്ചിൻ ഉപയോഗിക്കുന്ന പ്ലഗ് ഇൻ ഹൈബ്രിഡുകളാണോ നല്ലത്? അത് നമുക്ക് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളെ ചോദിച്ച് മനസ്സിലാക്കാം. പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്ലഗിൻ്റെ ഗുണങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലഗിന് കിട്ടുന്ന ഒരു മൈലേജ് ഗുണമാണ് ഫുൾ ഇലക്ട്രിക്കിനേക്കാൾ എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞാൽ. കാര്യം നമുക്ക് പോകുന്ന സമയം ലാഭിക്കാം. പിന്നെ അതുപോലെ എന്താ പറയുന്ന ഒരു റൂറൽ ഏരിയ, അങ്ങനത്തെ ഒരു ഉള്ള ഏരിയയിലൊക്കെ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടുന്ന് നമുക്ക് ചാർജിങ് പോയിൻറ്റിൻ്റെ പ്രശ്നങ്ങൾ, അപ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരു വശങ്ങളാണ് അതിൻ്റെ. ഇലക്ട്രിക്കിന് ദോഷവശങ്ങളൊന്നുമില്ല, നമ്മുടെ സാഹചര്യങ്ങളാണ്. ഇലക്ട്രിക്കിന് ശരിക്കും പറഞ്ഞാൽ ഇലക്ട്രിക്ക് ലാഭം തന്നെയാണ്. ഇലക്ട്രിക്കിന് പ്രത്യേകിച്ച് ദോഷവശങ്ങളല്ല. നമ്മുടെ ഒരു എമർജൻസി ഘട്ടങ്ങളിലൊക്കെ വരുമ്പോഴാണ് പ്ലഗിനുള്ള ഒരു ഗുണം. ഇലക്ട്രിക്ക് ലോക്കൽ ഓട്ടത്തിനൊക്കെ ഇലക്ട്രിക്ക് നല്ലതാണ്. ഐ മീൻ അങ്ങനെ ടാക്സിയോ അല്ലെ അങ്ങനെയൊക്കെ ഉപയോഗിക്കുന്നവർക്ക് ഇലക്ട്രിക്ക് വളരെ നല്ല ഇതാണ്. പക്ഷേ പ്ലഗിനാണെങ്കിൽ നമുക്ക് ഏത് സാഹചര്യത്തിലും നമ്മൾ അതിജീവിക്കാൻ പറ്റും. പ്ലഗിൻ ഹൈബ്രിഡ് ആണെങ്കിൽ നമുക്ക് അത്യാവശ്യ ഓട്ടങ്ങളെല്ലാം മറ്റേ പ്ലഗിനിൽ ഓടുകയും ചെയ്യാം. പിന്നെ ലോങ് ഒക്കെ പോകുമ്പോൾ നമുക്ക് പ്ലഗിനിൽ ഉപയോഗിക്കാം. ബാക്കി ഇലക്ട്രിക് ആവാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് ചെറിയ തിരുത്തല്ല. ഇലക്ട്രിക്കിനകത്ത് ഒരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ സാധനത്തിൽ വളരെ ചീപ്പാണ് കൊണ്ടു നടക്കാൻ. ഇലക്ട്രിക് ചീപ്പാണ് നമ്മൾ വീട്ടിൽ ചാർജ് ചെയ്യുവാണെങ്കിൽ. ലോങ് പോകുമ്പോഴും ഒരുമാതിരി ഇപ്പം മിക്കവാറും നല്ല ലോങ് റേഞ്ച് ആണല്ലോ മിക്കവാറും വണ്ടികൾക്ക്. ലോങ് റേഞ്ച് അല്ലാത്തത് ഇച്ചിരി പാടാണ്. പുറത്ത് ചാർജ് ചെയ്യുമ്പോൾ നമുക്ക് പെട്രോളിൻ്റെ തന്നെ കോസ്റ്റ് വരും. അല്ല അതിനകത്ത് ലോങ് റേഞ്ച് എന്ന് പറഞ്ഞാലും ലോങ് റേഞ്ച് പറയുമ്പോൾ എനിക്കറിയില്ല അതിനെക്കുറിച്ച് കൂടുതലായിട്ട്. ലോങ് റേഞ്ച് പറയുമ്പോൾ അതിൻ്റെ ബാക്കി കാര്യങ്ങളൂടെ നമ്മൾ ഒന്ന് ഉദ്ദേശിക്കണം. അതിനകത്ത് നമ്മൾ AC ഉപയോഗിക്കുമ്പോഴേ, ഫോൺ ചാർജ് ചെയ്യുമ്പോഴേ അതൊക്കെ എത്ര ഡ്രെയിൻ ആകുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് ആധികാരികമായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ AC ഉപയോഗിക്കുമ്പോൾ അത്രയ്ക്ക് ഡ്രെയിൻ ആവുന്നില്ല. ഹീറ്റിംഗ് ഇടുമ്പോഴാണ് കൂടുതൽ ഡ്രെയിൻ ആവും. അതെ അതെ. അല്ല ഇലക്ട്രിക് ലാഭം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വീട്ടിലെടുക്കുമ്പോൾ അതായത് പ്രീ ഡിറ്റർമൈൻ ചെയ്തേക്കുന്ന ഓട്ടങ്ങളാണെങ്കിൽ ഓക്കെ. അല്ലെങ്കിൽ സ്ഥിരം മൺഡേ ടു ഫ്രൈഡേ ഡ്യൂട്ടിക്ക് പോകണോ പ്രീ ഇതെന്നുള്ളതല്ല. നമ്മളിപ്പം താരിഫ് ഇപ്പം മറ്റേ കറക്റ്റ് ഹോം താരിഫിലോട്ട് മാറ്റിക്കഴിഞ്ഞാൽ 7P എന്നുള്ളത്. പക്ഷേ അതേസമയം മോട്ടോർവേയിൽ നിന്ന് ഇത് ചാർജ് ചെയ്യുവാണെങ്കിൽ ഈ 7P എന്നുള്ളത് ഒറ്റ യൂണിറ്റിന് 89P ആവും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ബെനിഫിറ്റ് ഇല്ല. അതെ, അത് പറയുമ്പോൾ നമ്മളിപ്പോൾ 7 എന്നുള്ളത് നേരെ പോകുന്നത് 89 കിലോ വോൾട്ടിലോട്ടാണ്. നഷ്ടം തന്നെയാണ്. കാര്യം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നല്ലൊരു പൈസയാണ് ഓരോ യൂണിറ്റിനും വരുന്നത്. 89P വെച്ച് അതൊരിക്കലും നമുക്ക് വർത്താണെന്ന് തോന്നുന്നില്ല. പിന്നെ ഇതിൻ്റെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ലോങ് ഒക്കെ പോകുമ്പോൾ നമ്മൾ അതിന് വേണ്ടി കാത്തു കെട്ടി ചാർജിങ് പോയിന്റ് തപ്പി നടക്കും. അല്ല മെയിൻ സ്ട്രീമിലൊന്നും ഒരു പ്രശ്നം വരത്തില്ല. മെയിൻ മോട്ടോർവേസിലൊക്കെ എന്ന് പറഞ്ഞാൽ 100 കണക്കിന് ഓരോ ഇവിടെ 100 കണക്കിന് ഇതുണ്ട്, ചാർജിങ് പോയിൻറ്റ്സ് ഉണ്ട്. പക്ഷേങ്കിൽ അല്ലാതെ വരുന്നിടത്ത് വരുമ്പോൾ ലോക്കൽ ഏരിയ വരുമ്പോൾ ഓരോ യൂണിറ്റോ 2 യൂണിറ്റോ കാണത്തുള്ളൂ. അവിടെ ഒരുത്തൻ ചാർജ് ചെയ്തിട്ട് ഇറങ്ങുമ്പോൾ 1.5 മണിക്കൂർ, അത് കഴിഞ്ഞ് നമ്മൾ 1.5 മണിക്കൂർ വീണ്ടും ചെയ്യണം. 3 മണിക്കൂർ 4 മണിക്കൂർ നമ്മൾ ഒരിടത്ത് നമ്മൾ നിൽക്കേണ്ടി വരും. ഇപ്പം അല്ലാത്തടത്ത് മോട്ടോർവേയിലോ അല്ലെ മെയിൻ സ്ട്രീമിലുള്ള എവിടെയോ ഇതൊരു പ്രശ്നമേ ആകത്തില്ല. പിന്നെ ഇത് ക്യാഷ് പൈസ എത്ര ഇരട്ടിയാണ് വരുന്നത്. പിന്നെ ടൈമിന്റെ ഒരു പ്രശ്നമാണ് എനിക്ക് നോക്കിയിട്ട്. ക്യാഷും ടൈമിങ്ങിന്റെ ഒരു പ്രശ്നം വരും. 3 മണിക്കൂറോളം പോകും ലോങ് ജേർണി ഒക്കെ പോകുമ്പോഴും. പിന്നെ നമുക്ക് എന്തെങ്കിലും ഒരു അത്യാവശ്യ സാഹചര്യത്തിൽ അല്ല ഞാൻ പറഞ്ഞത് ചില ഇതിനൊരു 1.5 മണിക്കൂർ 1 മണിക്കൂർ പ്ലസ് ഇപ്പൊ ഉള്ളതില് മിനിമം 1 മണിക്കൂർ വേണ്ടി ചാർജ്. 1 മണിക്കൂർ പ്ലസ്. എമർജൻസി സിറ്റുവേഷനിൽ വരുന്ന ഒരു പ്രോബ്ലം തന്നെ. നമ്മൾ എയർപോർട്ടിൽ പോവുകയാണ്. ഷാജൻ, ഞാൻ 3 മണിക്കൂർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരാൾ അങ്ങോട്ട് നമ്മൾ കയറുന്നതിന് മുമ്പ് ഒരു റിമോട്ട് ഏരിയയിൽ ഒരു 2 യൂണിറ്റ് ഉള്ളെന്ന് വെച്ചു. ഒരാൾ അവിടെ ചാർജ് ചെയ്ത് കിടക്കുകയാണെങ്കിൽ അവരുടെ കഴിഞ്ഞിട്ട് വേണം നമ്മൾ കയറാൻ. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായി കഴിഞ്ഞാൽ ഇപ്പം മോട്ടോർവേയിൽ ഒന്നും വരത്തില്ല. മോട്ടോർവേയിൽ ഒരു പ്രശ്നങ്ങളും വരത്തില്ല. ഇഷ്ടംപോലെ ചാർജിങ് യൂണിറ്റുകളുണ്ട്. അല്ല മിക്ക ചാർജിങ് യൂണിറ്റ് 150 പ്ലസ് ആണ്. 75 76 ഒക്കെ മാറി. പക്ഷെ അത് വേറൊരു പ്രശ്നമുണ്ട്. ഈ ഇപ്പം എല്ലാ കമ്പനിക്കാരും റെക്കമെൻഡ് ചെയ്യുന്നത് ഹോം ചാർജിങ്. കാരണം സ്റ്റഡി സ്ലോ ചാർജിങ്ങാണ് ബാറ്ററിക്ക് കമ്പനി റെക്കമെൻഡ് ചെയ്യുന്നത്. ഈ ഫാസ്റ്റ് ചാർജിങ്, അതായത് നമ്മുടെ മോട്ടോർവേയിൽ ഇരിക്കുന്ന ഫാസ്റ്റ് ചാർജിങ് ഒരു കമ്പനിക്കാരനും സ്ഥിരമായിട്ട് റെക്കമെൻഡ് ചെയ്യത്തില്ല. കാരണം ഹൈ ഔട്ട്പുട്ട് ബാറ്ററിയിലോട്ട്
ഇൻപുട്ട് അടിച്ചു കയറ്റുക. അങ്ങനെ വെക്കുമ്പോൾ അല്ല ഇത് മിഡിൽ ഇൻകം ഫാമിലിക്ക് ഇത് ഓക്കെയാണ്. അല്ല ഇത് ഓക്കെയാണ്. അങ്ങനെയുള്ള ഓട്ടങ്ങൾക്കൊക്കെ അങ്ങനെയുള്ള ഓട്ടങ്ങളൊക്കെ മോട്ടോർവേ വരുമ്പോൾ ഉള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ 7 പൈസ എന്നുള്ളത് 89 പൈസയാവും ഒറ്റ അടിക്ക്. അങ്ങനെയുള്ള ഇതിനകത്ത് വേറൊരു പ്രശ്നം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു അല്ല ഓക്കെ ടൈമിന്റെ ഒരു പ്രശ്നമാണ് മെയിനായിട്ട് വരുന്നത്. ഇപ്പം നമ്മൾ എന്തോ ഒരു എയർപോർട്ടിൽ ഇപ്പോൾ ഒരു 4 മണിക്കൂർ ഓടി പോകേണ്ട ഒരു വ്യക്തിയാണ്. ഇത് റെഗുലർ ആയിട്ടുള്ള കേസ് അല്ല പറയുന്നത് കേട്ടോ. വൺസിന്റെ നമുക്കിപ്പോൾ ഉള്ള ഒരു ആങ്സൈറ്റി ആണ്. ഇത് എങ്ങനെയാവും ഇതൊരു ഫ്യൂച്ചറിൽ ആളുകൾ യൂസ്ഡ് ആകുമ്പോൾ ഇതൊന്നും ഒരു പ്രശ്നം അല്ല. ഇത് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ പെട്രോൾ സ്റ്റേഷനിലൊക്കെ ചെന്ന് നമ്മൾ പെട്രോൾ അടിക്കുന്ന പോലെ തന്നെ ഈ പാനൽസ് പ്രീ ചാർജിൽ വെച്ചേക്കണം. അതെടുക്കുക, അത് മാറ്റുക, അങ്ങനെ എന്തെങ്കിലും നമ്മൾ ഗ്യാസ് കുറ്റിയൊക്കെ മാറുന്ന പോലെ. ഡിവൈഡിക്ക് പുതിയ ചാർജിങ് സിസ്റ്റം കൊണ്ടുവന്നേക്കണം. 10 മിനിറ്റ് കൊണ്ട് ചാർജിങ്. അങ്ങനെ വരുവാണെങ്കിൽ അത് ലാഭകരമായ ഒരു ഇതാണ്. ഞാൻ പ്രിഫർ ചെയ്യുന്ന എപ്പോഴും പ്ലഗ് ഇൻ ഹൈബ്രിഡ് ആണ്. കാരണം നമുക്ക് പെട്രോളിൽ നല്ലൊരു റേഞ്ച് കിട്ടും, റിസർവ് ആയിട്ട് അവിടെ ഉണ്ട്. പിന്നെ ബാറ്ററി തന്നെ യൂസ് ചെയ്യേണ്ടിടത്ത് നമുക്ക് ലോക്കൽ ട്രിപ്പുകളെല്ലാം ബാറ്ററി തന്നെ വളരെ കോസ്റ്റ് എഫക്റ്റീവാണ്. പിന്നെ നമുക്കൊരു പ്രത്യേക ഈ പറഞ്ഞ പോലെ ഒരു എമർജൻസി സിറ്റുവേഷൻ ഉണ്ട്, നമ്മളത് വെയിറ്റ് ചെയ്യേണ്ട. പെട്രോൾ അതിനകത്ത് കിടപ്പുണ്ട്, നമുക്ക് എത്ര ദൂരം വേണേലും അതായത് ആ പെട്രോളെ പോവുകയും ചെയ്യാം. എൻ്റെ ഒരു അഭിപ്രായം പ്ലഗ് ഇൻ ഹൈബ്രിഡിനോട് തന്നെയാണ്. കാര്യം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാര്യം പിന്നെ വേറൊരു കാര്യം കൂടെ കേട്ടു. ഫുൾ ഇലക്ട്രിക് വണ്ടിയുടെ വാല്യൂ അതുപോലെ കുറയുന്നുള്ള ടെസ്ല അല്ല വാല്യൂ ഒത്തിരി അല്ല. നമ്മൾ സെർച്ച് ചെയ്താൽ ഒരു 2 വർഷമൊക്കെ പഴക്കമുള്ള വണ്ടികളാണെങ്കിലും അതിപ്പോ പ്ലഗ് ഇൻ ഹൈബ്രിഡ് ആണെങ്കിലും ഈ പറഞ്ഞ ബാറ്ററിക്ക് കംപ്ലൈന്റ് വന്നു കഴിഞ്ഞാൽ വണ്ടിയുടെ വാല്യൂ പോകും. അല്ല മറ്റേ കോമൺ ഇത് മൊത്തത്തിലുള്ള ഒരു വാല്യൂവിന്റെ കുറവാണ് ഞാൻ പറയുന്നത്. മറ്റേ പ്ലഗ് ഇൻ ഹൈബ്രിഡ് ഒരു ഒറ്റയ്ക്കുള്ള പ്രശ്നങ്ങളല്ല, ഇത് മൊത്തത്തിലൊരു കുറവായിട്ട് തോന്നുന്നുണ്ട്. ആ ഒരു ഇലക്ട്രിക്കിന്റെ വലിയൊരു ഇത് അങ്ങ് മാറി ഇപ്പം കൂടുതലും ആൾക്കാരെല്ലാം പ്ലഗ് ഇൻ ഹൈബ്രിഡിലോട്ട് ആൾക്കാരുമായിട്ട് സംസാരിക്കുമ്പോൾ ഇപ്പം നമുക്ക് അറിയാൻ പറ്റുന്ന അതെ പുതിയ കമ്പനികൾ കൂടുതൽ ഇറക്കുന്നതും അതാ ഇപ്പോൾ. അതെ പ്ലഗ് ഇൻ ഹൈബ്രിഡ്സ്. ടൊയോട്ടയൊക്കെ കംപ്ലീറ്റ് ടൊയോട്ടയുടെ BZ0 എന്ന് പറഞ്ഞാൽ അവർ ഫുൾ ഇലക്ട്രിക് ഇറക്കിയതൊക്കെ അതൊക്കെ റിസർവ്ഡ് ആയി. RAV4 ഒക്കെ ആണെങ്കിൽ തന്നെ മറ്റേ ഇത് കണ്ടില്ല, അതിപ്പം വന്നത് നല്ല ആൾക്കാർക്കൊക്കെ താല്പര്യമുള്ള വണ്ടിയാണെന്ന് തോന്നുന്നു. പ്ലഗ് ഇൻ ഹൈബ്രിഡ് ആണ്, മിക്സ് ചെയ്ത് ഇത്ര മൈൽ വരെ നമുക്ക് മറ്റേ പ്ലഗ് ഇനിൽ പോവാം. പിന്നെ ചില വണ്ടിയിൽ കമ്പൈൻഡ് ആയിട്ട് പോകുന്ന ഇതൊക്കെ ഇതുള്ളതുകൊണ്ട് ഇവൻ പറഞ്ഞ പോലെ റേഞ്ച് റോവറിൻ്റെ വണ്ടികളിലൊക്കെ. ഇതെല്ലാം കേട്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? എനിക്ക് തോന്നുന്നു 2 കൂട്ടരും അവരുടെ രീതിയിൽ ഹാപ്പിയാണ്. പക്ഷേ സാഹചര്യം അതാണ് ഇതിൽ വ്യത്യസ്തമാകുന്നത്. എനിക്ക് മനസ്സിലായിടത്തോളം വെച്ചിട്ട് ഇലക്ട്രിക് വാഹനങ്ങൾ പൊതുവെ ചീപ്പാണ് റൺ ചെയ്യാനായിട്ട്. എപ്പോഴും കോസ്റ്റ് എഫക്റ്റീവ് ഇലക്ട്രിക് വാഹനങ്ങൾ തന്നെയാണ്. പക്ഷേ അത് നമ്മുടെ ജീവിതത്തിൽ പ്രായോഗികമാണോ അല്ലയോ എന്നുള്ളതാണ് ഇതിലൊരു തർക്ക വിഷയമായിട്ട് ഞാൻ മനസ്സിലാക്കിയത്. ലോക്കൽ ഓട്ടത്തിന് ഇലക്ട്രിക് കാറുകൾ ബെസ്റ്റാണ്, ഒരു കുഴപ്പമില്ല. പക്ഷേ ലോങ് പോകുമ്പോൾ ഉറപ്പായും കൃത്യമായ പ്ലാനിങ് വേണം. അല്ലാതെ ലാസ്റ്റ് മിനിറ്റ് പോകുന്ന ആളുകളാണെങ്കിൽ അല്ലെങ്കിൽ ഒരു എമർജൻസി സിറ്റുവേഷൻ ഇങ്ങനെയുള്ള സാഹചര്യത്തിലൊക്കെ ഇലക്ട്രിക് വാഹനങ്ങൾ ഒരു പണിയാണ്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഞാൻ നോക്കിയിട്ട് പ്ലഗ് ഇൻ ഹൈബ്രിഡ് തന്നെയാണ് നല്ലത്. കാരണം അഥവാ കറണ്ട് ഇല്ലായെങ്കിൽ അഥവാ ചാർജ് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും പെട്രോൾ അല്ലെങ്കിൽ ഡീസൽ ഉപയോഗിച്ച് നമുക്ക് ധൈര്യമായി നമ്മുടെ യാത്ര പൂർത്തിയാക്കാൻ സാധിക്കും. ആ ഒരു സാഹചര്യത്തിൽ പ്ലഗ് ഇൻ ഹൈബ്രിഡാണ് നല്ലത്. അല്ലെങ്കിൽ പിന്നെ ഒറ്റ ചാർജിന് 1000 മൈലേജ് അല്ലെങ്കിൽ 10-15 മിനിറ്റ് കൊണ്ട് ഫുൾ ചാർജ് അല്ലെങ്കിൽ അത്യാവശ്യം ചാർജ് ആവുക തുടങ്ങിയ സെറ്റപ്പൊക്കെ ആണെങ്കിൽ ഒരു കുഴപ്പമില്ല. പക്ഷേ അതിന് ഇനിയും സമയം എടുക്കാൻ സാധ്യതയുണ്ട്. ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഇലക്ട്രിക് കാറുകൾക്ക് ആദ്യത്തെ ഒരു 5 വർഷം അല്ലെങ്കിൽ 7 വർഷം വരെ ഒരു കുഴപ്പമില്ല. ആ സമാധാനം ബാറ്ററിക്കൊന്നും ഒരു കുഴപ്പമില്ല. ബാറ്ററി പണി കിട്ടുമ്പോഴാണ് സംഭവം സീനായി തുടങ്ങുന്നത്. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ അതുമാത്രമല്ല ടാക്സും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. ഇപ്പോൾ അതൊക്കെ ടാക്സൊക്കെ ആക്കി തുടങ്ങിയ പല കാര്യങ്ങൾക്കും ഉണ്ടായിരുന്ന ആനുകൂല്യങ്ങൾ പലതും എടുത്ത് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഇതൊരു പുതിയ നോം ആയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടൊക്കെ തന്നെ എൻ്റെ ഒരു ചോയ്സ് എന്ന് പറയുന്നത് നമ്മുടെ ലോക്കൽ ആവശ്യങ്ങൾക്ക് 2 വാഹനം ഉപയോഗിക്കുന്ന ആളാണെങ്കിൽ 2 ലോക്കൽ ഉപയോഗത്തിന് ഒരു ചെറിയ ഇലക്ട്രിക് കാർ സെറ്റാക്കി വയ്ക്കുക. ലോങ് പോകുമ്പോൾ ലോങ്ങിൻ്റെ ആവശ്യത്തിനൊക്കെ ആയിട്ട് ഒരു ലോ എമിഷൻ ഡീസൽ അല്ലെങ്കിൽ ഒരു ലോ എമിഷൻ പ്ലഗ് ഇൻ ഹൈബ്രിഡ്. അതാണ് എൻ്റെ ചോയ്സ് എന്ന് പറയുന്നത്. നിങ്ങളുടെ ചോയ്സ് എന്താണ്? എന്തുകൊണ്ടാണ്? അതുപോലെ തന്നെ നിങ്ങൾ ഈ ഇലക്ട്രിക് വാഹനങ്ങൾ അല്ലെങ്കിൽ പ്ലഗ് ഇൻ ഹൈബ്രിഡ് വാഹനങ്ങൾ ഉപയോഗിക്കുന്നവരാണോ എങ്കിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ UK ജീവിതവുമായി ബന്ധപ്പെട്ട മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. ഗുഡ് ബൈ.